നടപടിയാണ് നേരത്തെ വി ഡി സതീശൻ സഭയിൽ സംസാരിച്ചപ്പോൾ അതിന്റെ ഇതിൽ സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ മയക്കുമരുന്ന് വരെയുള്ള സംഭവങ്ങളുണ്ട്. ആ വിഷയം ഈ സഭയിൽ ചർച്ച ചെയ്യാൻ അനുമതി തരാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്യും. Calling attention. Walkout ഇല്ല. Sorry. ഇറങ്ങിപ്പോകുന്ന വോക്കൌട്ടിന്റെ അടുത്ത പ്രസംഗം സോറി സ്ട്രീമിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റൂൾ 50 പ്രകാരം അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് സ്പീക്കർ അതിന് അംഗീകാരം നൽകിയതിൽ പ്രതിഷേധിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടാണ് കണ്ടത്. പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയ ശേഷം വീണ്ടും മടങ്ങിയെത്തി ഇപ്പോൾ ശ്രദ്ധ ക്ഷണിക്കൽ പങ്കെടുക്കുന്നു. സംസ്ഥാനത്തെ നിർമ്മാണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് നിർമ്മിതി കേന്ദ്രങ്ങൾ. വി അരുണിലേക്ക് വീണ്ടും. അരുൺ, ഈ ചട്ടപ്രകാരമല്ല എന്ന സർക്കാർ നിലപാടെടുക്കുമ്പോൾ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുന്നത് സ്വാഭാവികം. അതിനപ്പുറത്തേക്ക് ഇതിനെ ഇനിയും സഭയിൽ കൂടുതൽ സമയങ്ങളിൽ പ്രക്ഷുബ്ധമാക്കാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ടോ ഇതേ വിഷയത്തിൽ? തീർച്ചയായും ഈ വിഷയം സ്വാഭാവികമായും മനു തോമസിന്റെ വെളിപ്പെടുത്തൽ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. ആദ്യം അതിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്ത് CPM-ന്റെ സംസ്ഥാന സമിതി അംഗമായ പി ജയരാജൻ തന്നെയാണ്. ഇത്തരം ആരോപണം പാർട്ടിക്കുള്ളിൽ നിന്നല്ലേ ഉന്നയിക്കേണ്ടത്, പുറത്തുപോയിട്ട് ഇത്തരത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നടപടി എന്തിനു സ്വീകരിച്ചു എന്ന ഒരു വിമർശനമാണ് മനു തോമസിന്റെ പ്രതികരണം. രാജിവെച്ച ശേഷം ആദ്യ പ്രതികരണം വന്നപ്പോൾ പി ജയരാജന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പിന്നീടും മനു തോമസ് ആ ആരോപണങ്ങൾ ഒന്നുകൂടി കടുപ്പിച്ചു. പി ജയരാജനും മകനുമെതിരെ അടക്കം ആരോപണം ഉന്നയിച്ചു. ആകാശ് തിലങ്കേരിയെ പോലുള്ള നേരത്തെ CPM-നൊപ്പം നിന്നിരുന്ന ക്രിമിനൽ നേതാക്കൾ കൂടി, ക്രിമിനൽ കൊട്ടേഷൻ സംഘാംഗ നേതാക്കൾ കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടു. അവരും മനു തോമസിന് രംഗത്ത് വന്നു. അതേ നിലപാട് സ്വീകരിച്ചാണ് പി ജയരാജന്റെ മകൻ ജെയിൻ രാജ് ഈ വിഷയത്തിൽ ഇടപെട്ടത്, പ്രതികരിച്ചത്. മനു തോമസിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ആദ്യം പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ച അദ്ദേഹത്തിന്റെ മകൻ ജെയിൻ പിന്നീട് മനു തോമസ് ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തു. അപ്പോഴാണ് മനു തോമസിന്റെ ആരോപണവും ജെയിൻ രാജിനെതിരെ കൂടി ഇത്തരം സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളെ ഏകോപിപ്പിക്കുന്നത്, അവരെ നിയന്ത്രിക്കുന്നത് പി ജയരാജന്റെ മകനാണ് എന്ന അതിഗുരുതരമായ ആരോപണം കൂടി മനു തോമസ് ഉന്നയിച്ചത്. അതിനുശേഷം CPM നേതൃത്വം അക്കാര്യത്തിൽ പ്രതിരോധത്തിലായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം CPM നേതാക്കൾക്ക് നേരത്തെയും ഈ ആകാശ് തിലങ്കേരി ഉൾപ്പെടെയുള്ളവർ CPM-മായി ചേർന്ന് നിൽക്കുന്നവരാണ്. പലപ്പോഴും അവർ CPM-ന് തലവേദന ഉണ്ടാക്കിയവരാണ്. നേതൃത്വം തള്ളിപ്പറയുമ്പോഴും തങ്ങൾ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവർ സാമൂഹ്യ മാധ്യമ നിലപാടെടുത്തവരാണ്. അത്തരം ആളുകളെ നിയന്ത്രിക്കുന്നത് CPM-ന്റെ കണ്ണൂരിലെ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാളായ പി ജയരാജന്റെ മകനാണ് എന്ന ആരോപണം അതീവ ഗൗരവമുള്ളതാണ്. അത് CPM-നെ ആ രീതിയിൽ പ്രതിരോധത്തിലാക്കും. വരും ദിവസങ്ങളിലും കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയമായത് മാറുമെന്നുറപ്പാണ്. പി ജയരാജന്റെ മകൻ ജെയിൻ ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കും, മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നൊക്കെ നേരത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ കൊണ്ട് ഈ വിവാദങ്ങൾ തീരുമെന്ന് കരുതാൻ വയ്യ. വരും ദിവസങ്ങളിലും അത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറുമെന്ന് ഉറപ്പാണ്. സഭയിലും അതിന്റെ അനുരണനങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഇന്ന് ഈ വിഷയം സഭയിൽ വന്നപ്പോൾ പ്രതിപക്ഷം ഈ ഒരു പ്രതിഷേധം അറിയിച്ച് ഇറങ്ങിപ്പോകുന്നതിനപ്പുറത്തേക്കുള്ള ഒരു പ്രതിഷേധത്തിന് തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മനു തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾ, ഫേസ്ബുക്കിലൂടെയുള്ള വെളിപ്പെടുത്തലുകൾ സഭയിലേക്ക് ഉന്നയിക്കുകയായിരുന്നു. പി ജയരാജനുള്ള ആരോപണം അത് സഭയിലെത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നോട്ടീസ് ചട്ടപ്രകാരമല്ല എന്നുള്ള നിലപാട് സർക്കാർ സ്വീകരിച്ചു. ആരോപണം വ്യക്തിപരമാണ് എന്ന് സ്പീക്കർ എൻ ഷംസീറും വ്യക്തമാക്കി. ഇതേ തുടർന്നാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ അംഗങ്ങളുടെ വാക്കൌട്ട് പ്രഖ്യാപിച്ചത്. ഇതേ പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ നിന്ന് വോക്കൌട്ട് നടത്തുന്ന സാഹചര്യമുണ്ടായി. എന്നാലും ഈ മനു തോമസിന്റെ ആരോപണങ്ങൾ, പി ജയരാജനെതിരായിട്ടുള്ള ആരോപണങ്ങൾ അത് വരും ദിവസങ്ങളിലും വലിയ ചർച്ചയ്ക്കുള്ള സാധ്യത തെളിയിക്കുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെ നൽകുന്നു. എന്തായാലും ഒന്നിനൊന്നായി TP കേസായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് സർക്കാരിനെ എത്തിച്ചതെങ്കിൽ നിലവിൽ ഇന്നത് മനു തോമസിന്റെ ആരോപണങ്ങൾ, ജയരാജനെതിരെയുള്ള ആരോപണങ്ങൾ, സ്വർണം പൊട്ടിക്കൽ സംഘവുമായിട്ടുള്ള ബന്ധമുണ്ടെന്നുള്ള ആരോപണം ഒക്കെ ഇന്ന് സഭയിൽ ഉന്നയിക്കപ്പെടുകയാണ്. സഭയെ പ്രക്ഷുബ്ധമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. പക്ഷേ ഒരു വോക്കൌട്ടിൽ തൽക്കാലം ഒതുക്കിയിട്ടുണ്ട് പ്രതിപക്ഷം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അരുൺ, ഈ